നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സിലബസിനകത്തുള്ള ലാബ് അസിസ്റ്റന്റിന്റെ സിലബസിനകത്തുള്ള എന്താണ് ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യത്തെ സെക്ഷൻ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ആ ഒരു സെക്ഷൻ ഫുള്ള് നമ്മൾ ടെലഗ്രാം ചാനൽ വഴി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ക്ലാസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് റിവിഷൻ ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പൊ ആ ഒരു സംഭവം അത്രേ ഉള്ളൂ. ഓക്കെ, ഈ അടുത്ത് നമ്മളുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത് ഹൈഡ്രോ കാർബണിനെ പറ്റിയാണ്. ഹൈഡ്രോ കാർബൺ നമ്മൾ എടുത്തിട്ടുണ്ട്, ആ ഒരു സെക്ഷൻ തന്നെ മതി. ജസ്റ്റ് ജനറൽ ഫോർമുല മാത്രമാണ് സിലബസിൽ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഫോർ ആൽക്കഹോൾ, ഫീനോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ഇതാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ഇത് ഒരു ചാപ്റ്റർ ആണ്, ഇത് വേറൊരു ചാപ്റ്റർ ആണ്. ഇതിൽ ആൽക്കഹോൾ, ഫീനോൾ, ഈതർ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഈതർ നമുക്ക് പഠിക്കേണ്ട. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് പഠിക്കണം. ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ട ജസ്റ്റ് അതിന്റെ സ്ട്രക്ചർ, രീതിയൊക്കെ പഠിച്ചിട്ട് അതിന്റെ നെയിം റിയാക്ഷൻസിനാണ് നിങ്ങൾ റിയാക്ഷൻസിന്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. പിന്നെന്താണ്, നമ്മുടെ പോളിമേഴ്സ് പഠിക്കാനുണ്ട്. പോളിമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഇത് കൂടാതെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ കെമിസ്ട്രി എവരിഡേ ലൈഫ്, ബയോമോളിക്യൂൾസ് ഒക്കെ ക്ലാസ് യൂട്യൂബിലൊക്കെ നല്ല ക്ലാസ്സുകളുണ്ട്. പോളിമർ വേണമെങ്കിൽ ഞാൻ എടുത്തുതരാം. ഓർഗാനിക്കിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഭാഗങ്ങൾ ഇത്രയും ഞാൻ എടുത്തുതരാം. ഓക്കെ, നല്ല ക്ലാസ്സുകൾ. നമ്മുടെ ഒരു ക്ലാസ്സിന്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളിത് ക്ലാസ് അല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഗൈഡൻസ് ആണ്. അപ്പൊ ഗൈഡൻസിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എവിടെ നിന്നൊക്കെ ഫോളോ ചെയ്യണം എന്ന് ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞൂടാത്തവര് നമ്മുടെ ഇതിന് മുന്നേ ഇട്ടേക്കുന്ന വീഡിയോ എടുത്ത് നോക്കി അത് എന്ത് പഠിക്കണം, എവിടെ നിന്നൊക്കെ പഠിക്കണം എന്നൊക്കെ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓർഗാനിക് മാത്രമേ ഉള്ളൂ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാത്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്തു തരികയാണ്. അപ്പൊ ഈ ഓർഗാനിക്കിന്റെ ഭാഗമായിട്ടുള്ള ആൽക്കഹോൾ, ഫീനോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, നെയിം റിയാക്ഷൻസ്, അത് ഓർത്തു വെക്കാനുള്ള ടിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇത് 2-3 ക്ലാസ് ആയിട്ടായിരിക്കും തരുന്നത്. ഓർഗാനിക് നമ്മുടെ ഒരു സെക്ഷൻ കൊണ്ട് നമ്മൾ എന്താണ് ഇനി വരുന്ന എല്ലാ ശനിയാഴ്ചയും എക്സാമിന് മുന്നേയുള്ള ശനിയാഴ്ചകളും കൊണ്ട് നമ്മൾ ഓർഗാനിക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യുക, എത്രയും വേഗം കവർ ചെയ്യാനായിട്ട് നോക്കാം. MLT, മാത്സ് തുടങ്ങിയ ടോപ്പിക്സ് എല്ലാം കൂടി ഉൾപ്പെടുത്തി നമ്മൾ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു കുട്ടി എന്താണ് റാങ്ക് ഫയൽ ഇറക്കിയിട്ടുണ്ട്. 113 പബ്ലിക്കേഷൻ കഴിഞ്ഞ ഡയറി ഫാമിൻ്റെയും അവർ ഇറക്കി നല്ല ബുക്കായിരുന്നു. അപ്പോൾ ആ ബുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം മാത്സ് ബേസ് ചെയ്ത് റാങ്ക് ഫയൽ ഒന്നുമില്ല. ഇപ്പം ഇറങ്ങിയിട്ടുള്ള റാങ്ക് ഫയലുകൾ എൻ്റെ ഒരു കണക്കൂട്ടലിൽ സിലബസ് കംപ്ലീറ്റ് ഇല്ല, മാത്സ് ഒന്നും അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം സിലബസ് വന്നതിന് ശേഷം ഇറങ്ങിയേക്കുന്ന ആദ്യത്തെ റാങ്ക് ഫയലാണ്. മാത്രമല്ല അതിനകത്ത് മാത്സ് ഉൾപ്പെടെ നമ്മുടെ സിലബസിലുള്ള എല്ലാം കവർ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ബുക്ക് മേടിച്ച് പഠിക്കുന്നു എന്നുള്ളവർക്ക് ആ ബുക്ക് നല്ലതായിരിക്കും. പിന്നെ ആ ബുക്കിൻ്റെ റേറ്റ് 780 രൂപയാണ് കേട്ടോ. 780 രൂപയാണ്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഉള്ളവർക്ക് 680 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് സംസാരിച്ച് 100 രൂപ കുറച്ചിട്ടുണ്ട്. അത് കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മഹി 360 എന്ന റെഫറൽ കോഡ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് എന്താണ് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കൊടുത്ത നമ്പർ എന്താണ് പൈസ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ഡെലിവറിയാണ്, വീട്ടിൽ കൊണ്ട് എത്തിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, അതങ്ങ് നോക്കിയാൽ മതി. അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് നോക്കാം. ഇപ്പം ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ആൽക്കഹോള്, ഫീനോളിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം എന്താണ് ആൽക്കഹോൾ, എന്താണ് ഫീനോൾ? നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രോ കാർബൺസ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് എന്ന് പറയുന്നത് അല്ലേ. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണും ചേർന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഇതിൽ കാർബണിന്റെ വാലൻസി 4 കാർബൺ 4 എന്തെങ്കിലും സാധനമായിട്ട് ബോണ്ട് ചെയ്യും. ഹൈഡ്രജന്റെ വാലൻസി 1, ഹൈഡ്രജൻ ഏതെങ്കിലും ഒരെണ്ണമായിട്ടും ബോണ്ട് ചെയ്യും. അങ്ങനെയാണ് ഈ കാർബണും ഹൈഡ്രജനോട് ചേർന്ന് ബോണ്ടുകൾ ഉണ്ടാവുന്നത്. ഇതാണ് ഹൈഡ്രോ കാർബൺ. ഈ ഹൈഡ്രോ കാർബൺ എത്ര കാർബൺ വേണേലും വരാം, ലിമിറ്റ് ഒന്നുമില്ല. അപ്പൊ ഈ കാർബൺസിന്റെ ഇടയിൽ ബോണ്ട് ഉണ്ട്. ഈ കാർബൺസിനകത്താണ് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാം, കാർബണിന്റെ ഇടയ്ക്ക് 3 ഹൈഡ്രജനും 1 ബോണ്ട്, 4 വാലൻസി ആയി. ഇവിടെ താണ്ടേ 2 ഹൈഡ്രജനും 2 ബോണ്ട്, 4 ആയി. ഇവിടെ 2 ഹൈഡ്രജൻ 2 ബോണ്ട്, 4 വാലൻസി ആയി. ഇവിടെയും എന്താണ് 3 ഹൈഡ്രജൻ 1 ബോണ്ട്, 4 വാലൻസി ആയി. ഇതെന്താണ്, ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ്. ഈ ഒരു ഹൈഡ്രോ കാർബൺ ഇതെന്താണ്
ആലിഫാറ്റിക് ചെയിൻ ആയിട്ടുള്ള ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിനെ നമുക്ക് എന്താ പറയാം, ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയാം. ഈ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണിലെ ഈ ഒരു ഹൈഡ്രജൻ എവിടുന്നാണെന്നും നിർബന്ധമില്ല, എവിടുന്നെങ്കിലും ഒരു ഹൈഡ്രജൻ മാറിയിട്ട് നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഇവിടെ 3 ഉള്ളിടത്ത് 2 ആവും, അതായത് ഒരെണ്ണം മാറി, പകരം അവിടെ എന്ത് വരും, OH വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൽക്കഹോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഹൈഡ്രജൻ മാറി അവിടെ OH വരുന്നു. അപ്പൊ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് OH വരുന്ന ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകളെ നമുക്ക് എന്തെന്ന് പറയാം, ആൽക്കഹോൾസ് എന്ന് പറയാം. അതുപോലെ റിങ് എന്താണ്, അരോമാറ്റിക് റിങ്, വെറും റിങ് അല്ല, ഇതും റിങ് ആണ്, ഇതും റിങ് ആണ്. ഓക്കെ, ഇതും റിങ് ആണ്, അതും റിങ് ആണ്, ദാണ്ടെ ഇതും റിങ് ആണ്. പക്ഷെ ഇതിനകത്ത് ഏതാണ് അരോമാറ്റിക്? ഇതൊക്കെ വെറും സൈക്ലിക് റിങ്ങുകളാണ്, ഇതൊന്നും അല്ല. അരോമാറ്റിക് റിങ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് വരുന്ന റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അരോമാറ്റിക് റിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ്ട് നമ്മുടെ ബെൻസീൻ റിങ് ഒരു അരോമാറ്റിക് റിങ് ആണ്. ഈ ബെൻസീൻ റിങ് നമ്മൾ എടുക്കും. ഇതിനകത്ത് എങ്ങനെയായിരിക്കും കാർബൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം 6 കാർബൺ ഉണ്ട് അല്ലെ, 6 കാർബൺ ഉണ്ട്. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ എല്ലാം കാർബൺ ഇരിപ്പുണ്ട്. കാർബണിനകത്ത് ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ആണ്. ഓൾട്ടർനേറ്റിനെ ചിലപ്പോൾ കാണിക്കാനായിട്ട് അകത്തൊരു വട്ടം ഇട്ട് തരും കേട്ടോ, അങ്ങനെയാണെങ്കിലും ബെൻസീൻ റിങ് തന്നെയാണ്. അപ്പൊ എന്താണ് ഇതിനകത്ത് എങ്ങനെയാ ഹൈഡ്രജൻ? ഈ ഒരു കാർബന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1 2 3 ബോണ്ട് ഉണ്ട്. കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പോൾ ഒരു ഹൈഡ്രജനും കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് വരുന്നത്, CH അങ്ങനെയാണ് വരുന്നത്. ഇതിൽ എവിടുന്നെങ്കിലും ഒരു ഹൈഡ്രജൻ മാറും. ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവർ ആര് വരും, OH വരികയാണെങ്കിൽ അതിന്റെ പേരാണ് ഫീനോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എവിടുന്നെങ്കിലും ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ OH വരികയാണെങ്കിൽ അതിന്റെ പേരെന്താണ്, അതിന്റെ പേരാണ് ഫീനോള്. ഓക്കെ, അപ്പൊ എന്താണ് ആൽക്കഹോൾ, എന്താണ് ഫീനോൾ എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കേണ്ടത്. ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസ് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ആദ്യം മോണോ, ഡൈ, ട്രൈ ഓർ പോളി എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തിന്റെ ബേസിൽ? ഡിപ്പെൻഡിങ് ഓൺ വെദർ ദേ കണ്ടെയ്നിങ് 1, 2, 3 ഓർ മോർ. എത്ര ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അതിനകത്തുണ്ടോ, ഈ പറയുന്ന ഹൈഡ്രോ കാർബണിനകത്ത് എത്ര ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് മോണോ, ഡൈ, ട്രൈ ഓർ പോളി എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കോമ്പൗണ്ട് കണ്ടെയ്നിങ് കാർബൺ sp3OH ബോണ്ട്. അതായത് ഈ OH ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 കാർബണെ വെച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ആദ്യം അതിന്റെ ബേസിക് സ്ട്രക്ചർ, അതായത് എത്ര കാർബൺ ഉണ്ട്, OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് എത്ര കാർബൺ ഉണ്ട്, അതിന്റെ സ്ട്രക്ചർ വെച്ചിട്ടല്ലേ. ഓക്കെ, സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമതായിട്ട് അലിലിക് ആൽക്കഹോൾസ് എന്നും അടുത്ത ബെൻസിലിക് ആൽക്കഹോൾസ് എന്നും നമുക്ക് sp3OH CsP3OH ക്ലാസിഫിക്കേഷൻ നമുക്ക് പിന്നെ ഫർദർ ആയിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ CsP2OH ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്കറിയാം sp3 കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട്സിനെ നമുക്ക് sp3 എന്ന് പറയാം. അതായത് ഈ കാർബൺ സിംഗിൾ ബോണ്ട് ആയിട്ട് മറ്റേതെങ്കിലും കാർബണായിട്ട് ജോയിൻ ചെയ്ത ആ കാർബണിനകത്ത് OH വരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. രണ്ടാമത് പറഞ്ഞേക്കുന്നത് എന്താണ്, ഡബിൾ ബോണ്ട് C ആണ് sp2 കാർബൺ. ഈ ഡബിൾ ബോണ്ട് ഉള്ള കാർബണിനകത്ത് OH അറ്റാച്ച് ചെയ്യുന്ന കാര്യമാണ് രണ്ടാമത് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ്, വിനിലിക് മാത്രമേ ഉള്ളൂ, വിനിലിക് ആൽക്കഹോൾ, അതാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെ നമുക്ക് 3 രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? മോണോ, ഡൈ, ട്രൈ ഓർ പോളി. അതെന്താണ്, പോളിഹൈഡ്രിക് കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് എന്തിന്റെ ബേസിലാണ്? എത്ര ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് എന്നതിന്റെ ബേസിൽ നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമതായിട്ട് CsP3OH ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് സബായിട്ട് എന്തൊക്കെ വരും, അതിന്റെ സ്ട്രക്ചർ പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അലിലിക് ആണോ, ബെൻസിലിക് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ്, CsP2OH ഡബിൾ ബോണ്ടഡ് കാർബണിൽ OH അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ
നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിനകത്ത് വിനിലിക്ക് മാത്രമാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം എന്താണ് മോണോ. മോണോ, ഡൈ, ട്രൈ, പോളിഹൈഡ്രിക്. നമ്മൾ പഠിച്ചില്ലേ പോളിഹൈഡ്രിക് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു ഹൈഡ്രോ കാർബൺ ഉണ്ട് C2H5. ഈ ഹൈഡ്രോ കാർബണിനകത്ത് ഒരു OH അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരാണ് മോണോ. ഇനി അടുത്ത് നമ്മുടെ കയ്യിൽ മറ്റൊരെണ്ണം ഉണ്ട് CH2CH2, 2 കാർബൺ ഉള്ള ഒരു സാധനം. ഈ രണ്ടെണ്ണത്തിലും OH അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിലും അത് തിരിച്ച് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതിൽ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. CH2 എന്ന് വരച്ച് ഈ രണ്ടെണ്ണത്തിലും OH അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരാണ് ഡൈഹൈഡ്രിക്. ഇനി 3 കാർബൺ ഉള്ളത് നമ്മൾ എടുക്കുന്നു. 3 കാർബണിലും ആര് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? OH അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, OH അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ട്രൈഹൈഡ്രിക്. ഇത് എനിക്ക് എത്ര എണ്ണം വേണമെങ്കിലും വരാം, ഒരുപാടെണ്ണം എത്ര വന്നാലും അതനുസരിച്ച് ഈ OH അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് പോളിഹൈഡ്രിക്. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോമ്പൗണ്ട് കണ്ടെയ്നിങ് CsP3OH ലിങ്കേജിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് പറഞ്ഞു പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അലിലിക് ആൽക്കഹോൾസ് എന്ന് നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. പിന്നെന്താണ് ബെൻസിലിക് ആൽക്കഹോൾസ് എന്ന് നമുക്ക് ഇതിനെ ഫർദർ ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താം എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഈ OH നമ്മൾ പറഞ്ഞു CsP3 അല്ലേ, അതായത് സിംഗിൾ ബോണ്ട് ഉള്ള ഏതോ ഒരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ എത്ര കാർബണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്? അതായത് ഈ കാർബൺ ഇപ്പൊ ഈ ഒരു കാർബണുമായിട്ടല്ലേ ലിങ്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് പ്രൈമറി ആണ്. ഓക്കെ, ഇവിടെ എത്ര വേണമെങ്കിലും വന്നാലും ഈ കാർബൺ ഈ ഒരു കാർബണുമായിട്ട് മാത്രമേ ലിങ്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എത്ര ചെയിനിൽ ലെങ്ത് വന്നാലും ഇതെന്താണ്? പ്രൈമറി ആൽക്കഹോൾ ആണ്. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ഇതാണ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ. OH അറ്റാച്ച് ചെയ്തിരുന്ന ഈ കാർബൺ 2 കാർബണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാണ് സെക്കൻഡറി. ഈ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 3 കാർബണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ടെർഷറി. എത്ര കാർബണായിട്ട് ഈ ഇരിക്കുന്ന OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ലിങ്ക് ചെയ്തിട്ടുണ്ടോ അതിനെ വെച്ചിട്ടാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് അലിലിക് ആൽക്കഹോളും ബെൻസിലിക് ആൽക്കഹോളും. അലിലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് sp3 കാർബണിലാണെന്ന് നമ്മുടെ മെയിൻ ഹെഡിങ്ങിലുണ്ട്. ഈ sp3 കാർബണിന്റെ തൊട്ടടുത്ത കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കും. അതായത് ഇതാണ് നമ്മുടെ sp3 കാർബണിന്റെ അപ്പുറം സിംഗിൾ ബോണ്ട് തന്നെയാണ്. പക്ഷെ ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബൺ ഉണ്ടല്ലോ, ആ കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കും എന്ന് പറയുന്നതാണ് അലിലിക് ആൽക്കഹോൾസ്. അതായത് OH ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 കാർബണിന്റെ തൊട്ടടുത്ത കാർബൺ ഡബിൾ ബോണ്ട് വന്നാൽ അത് എന്താണ്? അത് അലിലിക് ആൽക്കഹോൾസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2OH. ഇത് നോക്കേ, ഇതാണ് OH അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ ഏതാണ്? അപ്പുറം സിംഗിൾ ബോണ്ട് ഉള്ള sp3 കാർബൺ ആണ്. sp3 അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഏതാണ്? sp3 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഡബിൾ ബോണ്ട് വന്നേക്കുന്ന ഈ കാർബൺ ആണ് sp2 കാർബൺ. അപ്പൊ എന്താണ്? ഈ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp3 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അലിലിക് ആൽക്കഹോൾസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി എന്താണ് ബെൻസിലിക് ആൽക്കഹോൾസ്? എന്താണ് ബെൻസിലിക്? ആ പേരിൽ തന്നെ ഉണ്ട് ബെൻസീൻ റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് വരുന്ന റിംഗ്. ബെൻസീൻ റിംഗിനകത്ത് എന്താണ്? sp3 കാർബൺ ഉണ്ടോ? ബെൻസീൻ റിംഗിനകത്തുള്ള എല്ലാ കാർബണും sp2 കാർബൺ ആണ്. അപ്പൊ ഒരു എക്സ്ട്രാ കാർബണെ നമ്മൾ അവിടെ വെച്ചു കൊടുക്കണം. അതിനകത്താണ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ CH2OH. ഓക്കെ, ഈ റിംഗിനകത്ത് ഇതെന്താണ്? OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്താണ്? sp3 കാർബൺ ആണ്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഡബിൾ ബോണ്ട് ഇല്ലേ? അത് ഡബിൾ ബോണ്ട് ഉള്ള sp2 കാർബൺ ആണ്. അപ്പൊ ഈ അലിലിക്ക് തന്നെ ബെൻസീൻ റിംഗിനകത്ത് വന്ന അതിന്റെ വേറെന്തായിട്ട് മാറും? ബെൻസിലിക് ആൽക്കഹോൾസ് എന്നായിട്ട് മാറും. അത്രേ ഉള്ളൂ. അതിനകത്തും പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഒക്കെ ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ഒരു കാർബണുമായിട്ടേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതെന്താണ്? പ്രൈമറി ആണ്. ഇനി എന്താണ്? ഇവിടെ ഒരു ബ്രാഞ്ച് കൂടെ വന്നെന്ന് വിചാരിച്ചോ, അപ്പൊ
അപ്പൊ എന്താണ് ഈ OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ, ഈ കാർബൺ sp3 കാർബൺ എന്താ 2 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പൊ അതിന്റെ പേര് സെക്കൻഡറി എന്നാവും. ഇനി ഒരു ബ്രാഞ്ച് കൂടെ വന്ന് ഇവിടെ ഒരു കാർബൺ ഉണ്ടെങ്കിലോ ഈ കാർബൺ ദാ 1 2 3 മൂന്നെണ്ണമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് ടെർഷറി എന്നാവും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് അതിനകത്തുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ ആണ് CsP2OH ലിങ്കേജ്. അതായത് sp2 എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ള കാർബണിലാണ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഡബിൾ ബോണ്ട് ഉള്ള കാര്യം. അതായത് CH2 ഡബിൾ ബോണ്ട് CH2. ഇതിനകത്ത് ഈ H മാറിയിട്ട് ഇവിടെ ഒരു H മാറിയിട്ട് അവിടെ OH വരുന്നു. അതായത് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് sp2 കാർബണിലാണ്. ഈ ഒരു പറയുന്ന കോമ്പൗണ്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? വിനിലിക് ആൽക്കഹോൾ എന്ന് പറയാം കേട്ടോ. വിനിലിക് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ sp2 കാർബണിനകത്ത് OH അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, വേറൊന്നുമില്ല. ഇനി നമ്മുടെ ഫീനോളും അതിനകത്ത് തന്നെയാണ് വരുന്നത്. ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിനകത്ത് OH, അതായത് ഈ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ പ്രത്യേകത എന്താണ്? ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആണ്, sp2 കാർബൺ ആണ്. അപ്പൊ CsP2OH ലിങ്കേജ് തന്നെ അല്ലേ? അപ്പൊ ഇതാണ് അതിനകത്ത് വരുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈതറും കൂടെ പഠിക്കാനുണ്ട്, പക്ഷെ ഈതർ നമുക്ക് സിലബസ് ഇല്ലാത്തതുകൊണ്ട് അത് നോക്കണ്ട. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ആയിട്ട് നമുക്ക് നോമൻക്ലേച്ചർ നോക്കാം. നോമൻക്ലേച്ചർ ഇതിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ആദ്യം നിങ്ങൾ ഇത്രയും ഞാൻ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നിങ്ങൾ ഗ്രൂപ്പിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് ബോക്സിൽ, നമ്മൾ യൂട്യൂബിന്റെ താഴെയുള്ള കമന്റ് ബോക്സിലും പറയാം, നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടും പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ അത് മാറ്റം വരുത്തിയിട്ട് നോമൻക്ലേച്ചർ പഠിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾ എന്താണ് ഇത്രയും മനസ്സിലായോ എന്ന് ആദ്യം നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ബുക്കിന്റെ ലിങ്ക് കിടപ്പുണ്ട്. ബുക്ക് ആവശ്യമുള്ളവർ എന്താ ചെയ്യുക? ബുക്ക് ആവശ്യമുള്ളവർ ഗ്രൂപ്പിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു നമ്പർ, ആ ഗ്രൂപ്പിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പർ വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആദ്യം മഹി 360 360 എന്ന് നിങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കോൺടാക്ട് ചെയ്യാവൂ. അപ്പൊ അങ്ങനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ കുറഞ്ഞ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും